എല്ലാവർക്കും നമസ്കാരം. ശിവപുരാണ പാരായണം 17-ാം ദിവസം. ഓം നമ ശിവായ. അക്കാലമങ്ങ് നിഷേധേന്ദ്ര മന്ദിരെ ചൊൽക്കൊണ്ട ഭൂപാലൻ ഇന്ദ്രസേനൻ ശുഭൻ പുത്രവൃത്താന്തങ്ങൾ കേട്ടു ബോധം കെട്ടു ധാത്രീതലെ വീണുരുണ്ടു കേണീടിനാൻ. തൽപത്നിമാരും പുരവസി വൃന്ദവും വിപ്രാതി 4 വർണ്ണങ്ങളും കൂടവേ കുണ്ഠിതം പൂണ്ടു വസിക്കും ദശാന്തരെ കണ്ടകന്മാരായ ശത്രുരാജാക്കളും. ഇന്ദ്രസേനൻ തൻ്റെ നാടടക്കിയിടുവാൻ ഇന്ന് നമുക്കുണ്ടു തക്കമെന്നോർത്തവർ നാട്ടിൽ കടന്നാശുനാശം തുടങ്ങിനാർ. കോട്ടപടികൾ പിടിച്ചടക്കിയിടിനാർ. ഭൂവന്മാർക്കധീനമായി വന്നിതു ശാതാംശു വംശപ്രഭുത്വം ദശാന്തരെ. അക്കാലമങ്ങ് ഭുജംഗരാജാലയം പുക്കൊരു ധീരനാം ചന്ദ്രാംഗതൻ നിർവൻ. തക്ഷകാവാസം വിലോകനം ചെയ്തു ലക്ഷ്മി വിലാസേന ചിത്രം മനോഹരം സർവരത്നോജ്വലം സർവസംവന്മയം സർവദാരമ്യം മണിദ്വാരഗോപുരം. ഹേമാലയങ്ങളും രത്നാലയങ്ങളും സീമാതിരേകം മഹാസൗധജാലവും സ്വർപ്പതി സ്ത്രീകളെക്കാളും മനോജ്ഞമാം സർപ്പനാരീജനം സർവദാ സുന്ദരം. മുന്നിലമ്മാറങ്ങ് കണ്ടാൻ നൃപാത്മജൻ പന്നകാധീശൻ വസിക്കുന്നു തക്ഷകൻ. ഉത്തുംഗ ഭംഗ്യ വിളങ്ങും ഫണങ്ങളും തപ്തഹേമപ്രഭ ദേഹപ്രകാശവും നാഗഹാരം കിരീടം മണികുണ്ടലം ഭോഗ്യരത്നങ്ങളും ദിവ്യാംശുകങ്ങളും ആലവട്ടങ്ങളും വെൺചാമരങ്ങളും 4 ഭാഗങ്ങളിൽ സർപ്പവൃന്ദങ്ങളും ഗാനവും നൃത്തവും ചെയ്യുന്ന നാഗേന്ദ്രമാനിനിമാരുടെ നാനാരസങ്ങളും. ചന്ദ്രപ്രകാശനാം നാഗേന്ദ്രനെ കണ്ട് ചന്ദ്രാംഗതൻ ചെന്ന് ഭക്തിയാ വണങ്ങിനാൻ. സർപ്പാതിരാജന്റെ ഭാവമറിഞ്ഞുടൻ സർപ്പാംഗനാജനം വന്ദിച്ചു ചൊല്ലിനാർ. സ്വാമൻ മഹാരാജ കേട്ടാലും അത്ഭുതം കോമളാകാരനാം പുരുഷാഗ്രേസരൻ. കേളിരമ്യ ഭോഗഗംഭീരനാം ഇവൻ കാളിന്തി വാരിയിൽ താണതാണ് വന്നതു കണ്ടുടൻ ഞങ്ങൾ കൗതൂഹലാൽ ചെന്നു കരം കൊണ്ടു താങ്ങിപ്പതുക്കവേ പാരാതെ കൊണ്ടിങ്ങി പോന്നിതു സാമ്പ്രതം ആരെന്നറിഞ്ഞീല നാഗരാജ വിഭോ എന്നതു കേട്ടു ചോദിച്ചിതു തക്ഷകൻ. സുന്ദര നിന്നുടെ പേരെന്തു ചൊൽക നീ? ആരുടെ നന്ദനൻ ചാരുമൂർത്തേ ഭവാൻ? ആരുള്ളു ബന്ധുക്കളേതു നിന്നാസ്പദം അത്ര ഗമിപ്പാനും എന്തു മൂലം ബലാൽ വൃത്താന്തമൊക്കെ പറകുന്നു സാദരം. സർപ്പരാജോക്തികൾ കേട്ടു ചന്ദ്രാംഗതൻ കൽപ്പോട് നിന്നു തൊഴുതു ചൊല്ലിയിടിനാൻ. ഭൂമണ്ഡലേ സോമവംശേ മഹാരഥൻ ഭൂമി ശശാങ്കരൻ നളനെന്നൊരു നൃപൻ ഭീമജാവല്ലഭൻ സംഭവിച്ചിടിനാൻ. ഭീമബാഹുബലൻ കാമദാനപ്രദൻ തൽപുത്രൻ ഇന്ദ്രസേനാധിപൻ ഭൂമിപൻ തൽപുത്രനേശ ഞാൻ ചന്ദ്രാംഗദാഭിധനൻ. ഭാര്യാഗ്രഹേ വസിക്കുന്നാളൊരു ദിനം സൂര്യാത്മജാജലെ തോണി കളിച്ച് ഞാൻ തോണി മുഴുകി പതിക്കും വിധവും നാഗമാനിനിമാരുടെ പാണിസ്ഥനായി ഞാൻ. ദൈവകാരുണ്യേന വിഷ്മൽപദാംഭോജ സേവാ മഹാഭാഗ്യയോഗ്യം ലഭിച്ചു ഞാൻ. എന്നുടെ ഭാര്യയും താതമാതാക്കളും എന്നുടെ ദേഹാവസാനം നിരൂപിച്ചു. ഖിന്നതാഭാവേനമേവെന്നു സാമ്പ്രതം പന്നകാധീശ പരമാർത്ഥമിങ്ങനെ ചോദിച്ചു പിന്നെയും പന്നകാധീശ്വരൻ മേദിനി ബാലേന്ദ്രനന്ദന ചൊൽക നീ. ഈശ്വരന്മാരിൽ വെച്ച് ഈശ്വരത്വം കൊണ്ട് വിശ്വാസഭക്തി നിനക്കേതൊരീശ്വരരെ? ബ്രഹ്മനും വിഷ്ണുവും മുക്തേന്ദു ചൂടനും ബ്രഹ്മാണ്ഡ ഭാണ്ഡ പ്രവർത്തകന്മാരവർ. ഒന്നെങ്കിലും ഭിന്നമന്ദാശയന്മാർക്ക് 3ആയി വിളങ്ങുന്നു സേവിച്ചു കൊള്ളുവാൻ. എന്നതിൽ ആരടോ നിന്നുടെ ദൈവതം ഇന്ദ്രസേനാത്മജ തത്വം കഥിക്ക നീ. എന്നതു കേട്ടു പറഞ്ഞു ചന്ദ്രാംഗതൻ എന്നുടെ ദൈവതം മുക്തേന്ദു ശേഖരൻ. യാതൊരു ദേവന്റെ സാന്നിധ്യയോഗേന ഭൂതപ്രപഞ്ചം വിരിഞ്ചാതി ദൃശ്യതേ. അദ്ദേവൻ എന്നുടെ ദേവൻ ഭയാശീലൻ ഉദ്ദാമ നിത്യപ്രകാശൻ നിരഞ്ജനൻ. യാതൊരു ദേവന്റെ സ്വാത്വികാംശം കൊണ്ടു ജാതനാം വിഷ്ണു ജഗന്നാഥനായതും യാതൊരു ദേവന്റെ രാജസാംശം കൊണ്ട് ഭൂതകർത്താവാം വിരിഞ്ചൻ ഭവിച്ചതും യാതൊരു ദേവന്റെ താമസാംശം കൊണ്ട് ഭൂതനാം രുദ്രൻ ജഗധ്വംസിയായതും യാതൊരു ദേവനെ ധ്യാനിക്ക കാരണം ദ്വൈതഭ്രമം ശമിച്ചാനന്ദലാഭവും യാതൊരു ദേവനുണ്ടെന്ന് ബോധിക്കാൽ വീതരാഗത്തൊന്നരന്നു വരുന്നതും യാതൊരു ദേവൻ സമീപസ്ഥനെങ്കിലും ജാതപൂവന്മാർക്ക് ദൂരസ്ഥനായി വരും യാതൊരു ദേവൻ ഗുണത്രയം ലംഘിച്ചു വീതസങ്കഞ്ചിതാനന്ദമാകുന്നതും യാതൊരു ദേവന്റെ തേജസ് മൂലേന ഭൂതലാകാശം പ്രകാശമാകുന്നതും അങ്ങനെയെല്ലാം ഇരിക്കും മഹാദേവ നിങ്ങുള്ളിലുള്ളവൻ നമ്മുടെ ദൈവതം.
ഓം നമ ശിവായ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.